ഇന്ത്യക്കെതിരെ പോരാടി ജയിക്കാനുള്ള ശക്തിയില്ലാത്തതുകൊണ്ട് വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നതിൽ നിന്ന് പാകിസ്ഥാനൊരു ശമനമില്ല. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഫ്രാൻസിന് അയച്ച കത്ത് ചോർന്നതായി പാകിസ്ഥാൻ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പ്രചരിച്ച വാദങ്ങൾ ഇന്ത്യ നിഷേധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ റഫാൽ ഇടപാടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോർന്നതിനെ തുടർന്ന് ഇന്ത്യ നിയന്ത്രിക്കാൻ പാടുപെടുന്ന ആശയവിനിമയങ്ങളുടെ ഭാഗമായിരുന്നു ആ കത്ത്. ഈ അവകാശവാദങ്ങൾ വ്യാജമാണ് എന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വസ്തുതാ പരിശോധനാ വിഭാഗം പ്രസ്താവിക്കുകയും തെറ്റായ വിവരങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കാൻ ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഈ പോസ്റ്റിൽ പരാമർശിച്ചിരിക്കുന്ന കത്ത് വ്യാജമാണ്. തെറ്റായ വിവരങ്ങൾക്കെതിരെ എപ്പോഴും ജാഗ്രത പാലിക്കുക എന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഫാക്ട് ചെക്ക് യൂണിറ്റ് എക്സിലെ ഒരു പോസ്റ്റിൽ എഴുതിയിട്ടുണ്ട്. തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിലുകളുടെ ക്ഷുദ്രകരമായ പോസ്റ്റുകളുടെ സ്ക്രീൻഷോട്ടുകളും സർക്കാർ ഏജൻസി പങ്കിട്ടു. ഡിസ്കോഴ്സ് ലാബ് എന്ന അക്കൗണ്ടാണ് ഈ കത്ത് പങ്കുവച്ചത്. റഫേൽ വിവാദം അവസാനിച്ചിട്ടില്ലെന്ന് അവകാശപ്പെട്ട എസ് ജയശങ്കർ ഫ്രഞ്ച് അംബാസഡർക്ക് അയച്ച വ്യാജ രഹസ്യ കത്താണെന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് ആ കത്ത് പോസ്റ്റ് ചെയ്തു. പാകിസ്ഥാന്റെ ദുഷ്ടത ഇന്ത്യ പലതവണ പിടികൂടുകയും തുറന്നു കാട്ടുകയും ചെയ്തിട്ടുണ്ട്. നിരവധി തവണ അപമാനിക്കപ്പെട്ടിട്ടും ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താനുള്ള ദുഷ്ടശ്രമങ്ങൾ പാകിസ്ഥാൻ ഉപേക്ഷിക്കാൻ വിസമ്മതിക്കുന്നു. എന്നിരുന്നാലും ഇന്ത്യ എപ്പോഴും ജാഗ്രത പാലിക്കുകയും പാകിസ്ഥാൻ പ്രചരിപ്പിച്ച തെറ്റായ കഥകൾ വീണ്ടും വീണ്ടും പൊളിച്ചെഴുതുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം മുൻപും പാകിസ്ഥാൻ സർക്കാരുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകൾ കാലഹരണപ്പെട്ട ചിത്രങ്ങൾ ഉപയോഗിക്കുകയും പഴയ വീഡിയോകൾ തെറ്റായി ചിത്രീകരിക്കുകയും പൂർണ്ണമായും കെട്ടിച്ചമച്ച അവകാശവാദങ്ങൾ കെട്ടിച്ചമയ്ക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് IB മന്ത്രാലയം അറിയിച്ചിരുന്നു. വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിക്കുന്ന വിവരങ്ങൾ 24 മണിക്കൂറും പരിശോധിക്കുന്നതിനായി പ്രസ് ഇൻഫോർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് യൂണിറ്റുകൾ ബുധനാഴ്ച ഒരു വാൻ റൂം സജ്ജീകരിച്ചതായും അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ നടപ്പിലാക്കിയതിനു ശേഷം തെറ്റായ അവകാശവാദങ്ങൾ ഉന്നയിച്ച് പാകിസ്ഥാൻ അനുകൂല ഹാൻഡിലുകളിലൂടെ പ്രചരിക്കുന്ന പ്രചാരണത്തിന്റെ കുറഞ്ഞത് 7 പ്രധാന സംഭവങ്ങളിൽ PIB കണ്ടെത്തിയിട്ടുണ്ട്. അവരുടെ ലക്ഷ്യം വ്യക്തമാണ്. വളരെ വേഗത്തിലും അതിശക്തമായി വ്യാജങ്ങൾ കൊണ്ട് വിവരയിടം നിറയ്ക്കുക. വസ്തുതയെ കെട്ടുകഥയിൽ നിന്നും വേർതിരിക്കുന്നത് ബുദ്ധിമുട്ടായി തീരുന്നു. ഇത് വെറും തെറ്റായ വിവരമല്ല. യാഥാർത്ഥ്യത്തെ വളച്ചൊടിക്കാനും പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും മേഖലയിലുടനീളമുള്ള ധാരണകളെ കൃത്രിമമായി കൈകാര്യം ചെയ്യാനും രൂപകൽപ്പന ചെയ്ത ഒരു കണക്കുകൂട്ടലും ഏകോപിതവുമായ പ്രചാരണമാണിത്. അങ്ങനെയാണ് മന്ത്രാലയം ഇന്ന് വ്യക്തമാക്കിയിരുന്നത്. തെറ്റിദ്ധരിപ്പിക്കുന്ന അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ പഴയ ചിത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് മന്ത്രാലയം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ വിവരങ്ങൾ വസ്തുതാ പരിശോധന യൂണിറ്റ് പതിവായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബഹാവൽപൂരിന് സമീപം പാകിസ്ഥാൻ സൈന്യം ഇന്ത്യൻ റാഫേൽ ജെറ്റ് വെടിവെച്ചു എന്ന തെറ്റായി അവകാശപ്പെടുന്ന ഒരു വൈറൽ ചിത്രം ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളിൽ ഒന്നാണ്. എന്നിരുന്നാലും ഈ ചിത്രം PIB ഫാക്ട് ചെക്ക് നിഷേധിക്കുകയും ചെയ്തിരുന്നു. 2021 പഞ്ചാബിലെ മോഗയിൽ നടന്ന MiG-21 അപകടത്തിൽ നിന്നുള്ളതാണെന്നും ഇത് നിലവിലെ സംഭവങ്ങളുമായി പൂർണ്ണമായും ബന്ധമില്ലാത്തതാണെന്നും സ്ഥിരീകരിച്ചു. ഇന്ത്യൻ സൈന്യം ചോറ പോസ്റ്റിൽ വെള്ളക്കൊടി ഉയർത്തി കീഴടങ്ങിയെന്ന വ്യാജേന അവകാശപ്പെടുന്ന ഒരു വീഡിയോയും പ്രചരിച്ചിരുന്നു. പാകിസ്ഥാൻ മന്ത്രി അത്തഉല്ല തരാർ ഒരു തെളിവുമില്ലാതെ ഈ അവകാശവാദത്തെ പരസ്യമായി അംഗീകരിച്ചതിലൂടെയാണ് ഈ കെട്ടിച്ചമച്ച വിവരണം പ്രചരിച്ചത്. IB മന്ത്രാലയം പറഞ്ഞു. സ്ഥിരീകരിക്കാത്തതും വ്യക്തമായി തെറ്റായതുമായ ഒരു കഥയ്ക്ക് ഔദ്യോഗിക പ്രാധാന്യം നൽകിക്കൊണ്ട് സ്വന്തം പൗരന്മാരെ തെറ്റിദ്ധരിപ്പിക്കുക മാത്രമല്ല പ്രചാരണത്തിന് സജീവമായി സംഭാവന നൽകുകയും ചെയ്തു. മറ്റൊരു തെറ്റിദ്ധരിപ്പിക്കുന്ന പോസ്റ്റിൽ പാകിസ്ഥാൻ വ്യോമസേന ശ്രീനഗർ വ്യോമതാവളം ലക്ഷ്യമിട്ടുവെന്ന അവകാശവാദത്തോടെ ഒരു വീഡിയോയും പ്രചരിക്കുന്നുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഈ ദൃശ്യങ്ങൾ 2024 തുടക്കത്തിൽ പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വയിൽ നടന്ന വിഭാഗീയ സംഘർഷങ്ങളുടെ പഴക്കമുള്ളതാണ്. വീഡിയോയ്ക്ക് കാശ്മീരുമായോ സമീപകാല വ്യോമാക്രമണവുമായോ യാതൊരു ബന്ധവുമില്ല എന്നും മന്ത്രാലയം പറഞ്ഞു. പാകിസ്ഥാൻ ഇന്ത്യൻ ബ്രിഗേഡ് ആസ്ഥാനം തകർത്തുവെന്ന തെറ്റായ അവകാശവാദം പ്രചരിപ്പിച്ചപ്പോൾ 2024 സെപ്റ്റംബറിൽ രാജസ്ഥാനിലെ ബാർമർ നടന്ന MiG-29 വിമാനാപകടത്തിന്റെ മറ്റൊരു പഴയ ചിത്രം പാകിസ്ഥാൻ അനുകൂല സോഷ്യൽ മീഡിയ ഉപയോഗിച്ചതായും അറിയിച്ചു. അടുത്തിടെ നടന്ന സൈനിക ആക്രമണങ്ങളിൽ ഇന്ത്യൻ സൈനികരെ പിടികൂടിയതായി പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് അടിസ്ഥാനരഹിതമായ അവകാശവാദം ഉന്നയിച്ചിരുന്നുവെന്നും പിന്നീട് ഈ പ്രസ്താവന തെറ്റാണെന്നും മന്ത്രാലയം അറിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.